നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്താണെന്നുള്ളത് അതിൻ്റെ പ്രൂഫ് എന്താണെന്നുള്ളത് നോക്കിയില്ലേ. ഇനി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് y ഈക്വൽ ടു സീക്വൻസ് yn ബി ഡിഫൈൻഡ് ഇൻഡക്റ്റീവ്ലി ബൈ y1 ഈക്വൽ ടു 1 yn പ്ലസ് 1 ഈക്വൽ ടു 1/4 ഇൻറ്റു 2yn പ്ലസ് 3 for n greater than or equal to 1. Show that y is convergent and limit sequence yn equal to 3/2. y എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? y1 ഈക്വൽ ടു 1 ഉം yn പ്ലസ് 1 ഈക്വൽ ടു 1/4 ഇൻറ്റു 2i1 yn പ്ലസ് 3 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് ഈ y കൺവേർജൻ്റ് ആണ്, അതുപോലെ തന്നെ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 3/2 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കിവിടെ y1 ഈക്വൽ ടു 1 തന്നിട്ടുണ്ട് അല്ലേ. y1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ y2 എന്താ വരിക? y2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്നിന് അവിടെ 1 കൊടുത്താൽ മതിയില്ലേ. അപ്പോൾ എന്നിൻ്റെ അവിടെ 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 1/4 2y1 പ്ലസ് 3, അതായത് 1/4 ഇൻറ്റു 5 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 4. y1 ഈക്വൽ ടു 1 ഉം y2 ഈക്വൽ ടു 5/4 ആണ്. അതായത് y1 ലെസ് ദാൻ y2 ആണെന്നുള്ളത് കിട്ടി അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനെക്കാട്ടും ചെറുതാണ്. നമ്മൾ ഇതേ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ നമ്മളുടെ റിസൾട്ട് ഇപ്പോൾ എന്താ കിട്ടിയേ? y1 ലെസ് ദാൻ y2 എന്നുള്ളത് കേട്ടോ. ഇനി assume that yn ലെസ് ദാൻ yn പ്ലസ് 1. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വരിക? 1/4 2yn മൈനസ് 1 പ്ലസ് 3 ലെസ് ദാൻ 1/4 2yn പ്ലസ് 3 വരും. 1/4 ക്യാൻസലായി പോവും, 3 ക്യാൻസലായി പോവും, 2 ക്യാൻസലായി പോവും. ബാക്കി നമുക്കുള്ളത് yn മൈനസ് 1 ലെസ് ദാൻ yn. അപ്പോൾ നമുക്ക് yn മൈനസ് 1 ലെസ് ദാൻ yn പ്ലസ് 1 എന്നുള്ളത് കിട്ടും ഫോർ ഓൾ n ബിലോങ്സ് ടു n. സോ ഈ സീക്വൻസ് yn എന്ന് പറയുന്നത് എന്താണ്? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആയി. ഇപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസിന് ബൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺവേർജൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതിന് അപ്പർ ബൗണ്ട് ഉണ്ടോ ലോവർ ബൗണ്ട് ഉണ്ടോ നോക്കാം. ഇൻക്രീസിങ് സീക്വൻസ് ആയ കാരണം നമുക്കത് ബൗണ്ടഡ് എബവ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ബൗണ്ടഡ് എബവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സീക്വൻസ് ഒന്നും കൂടെ നോക്കാം. yn പ്ലസ് 1 ഈക്വൽ ടു 1/4 2yn പ്ലസ് 3 എന്നുള്ളതാണ് നമ്മുടെ സീക്വൻസ് അല്ലേ. ഇവിടെ y1 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ y2 എന്ന് പറയുന്നത് 5/4 ആണ്. ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ നോക്കുക വെച്ചാൽ y1 ഈക്വൽ ടു 1 വിച്ച് ഈസ് ലെസ് ദാൻ 2 ആണല്ലോ. അതുപോലെ തന്നെ y2 ഈക്വൽ ടു 5/4 ലെസ് ദാൻ 2 ആണ് അല്ലേ. ഇപ്പോൾ ജനറലി നമ്മൾ yn പ്ലസ് 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ, yn പ്ലസ് 1 എന്ന് പറയുന്നത് ഇതല്ലേ, 1/4 ഇൻറ്റു 2yn പ്ലസ് 3. yn എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ 1/4. 2 ഇൻറ്റു 2 4 പ്ലസ് 3 7. അപ്പോൾ 7/4 കിട്ടും. 7/4ഉം എന്തുതന്നെയാണ്? ലെസ് ദാൻ 2 ആണ്. അതായത് yn പ്ലസ് 1 എന്ന് പറയുന്നതും ലെസ് ദാൻ 2 ആണ്. സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് എന്താണ്? yn ലെസ് ദാൻ 2. ഈ സീക്വൻസ് നമ്മൾ y എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ എലമെൻറ്റ്സ് എല്ലാം 2-നേക്കാട്ടും ചെറുതാണ്. Therefore sequence yn is bounded above. അതുപോലെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങും ആണ്. ഓക്കെ,
അപ്പോൾ y എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്നുള്ളതും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബൗണ്ടഡ് എബവ് ആണെന്നുള്ളതും കിട്ടിയിട്ടുണ്ട്. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം സീക്വൻസ് yn ഈസ് കൺവേർജൻ്റ് ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? കൺവേർജൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. അല്ലേ, ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രീമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് yn + 1 = 1/4 ലിമിറ്റ് 2yn + 3 which is equal to 1/4 into 2 limit yn plus 3 അല്ലേ. നമുക്ക് ലിമിറ്റ് yn + 1ൻ്റെ ലിമിറ്റിനെ നമുക്ക് y കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ y = 1/4 into 2 yn + 1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് വൈൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം ടെയിൽ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സെയിം ആയ കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് y എന്ന് കൊടുക്കാം 2y + 3. അപ്പോൾ ഇതിനെ നമുക്ക് 4y = 2y + 3 എന്ന് എഴുതാം, which implies 2y = 3, y = 3/2. y എന്ന് പറയുന്നത് ആരാ? ലിമിറ്റാണ്. അതായത് ലിമിറ്റ് സീക്വൻസ് yn = 3/2 എന്നുള്ളത് കിട്ടി. അതായത് തന്നിരിക്കുന്ന സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ്, ബൗണ്ടഡ് എബോവും ആണ്. Therefore the sequence will be convergent and its limit is 3/2 here. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. Let z = sequence zn be a sequence of real numbers defined by z1 = 1, zn + 1 = √2z1 for all n element of n. Show that limit sequence zn = 2. നേരത്തെ ചെയ്ത പോലെ തന്നെ z1 = 1 zn + 1 = √2zn for all n belongs to എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സീക്വൻസ് നമുക്ക് കൺവേർജൻ്റ് ആണ്, അതിൻ്റെ ലിമിറ്റ് 2 ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് z1 = 1 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? z2 എന്ന് പറയുമ്പോൾ n-ന് 1 കൊടുക്കുക. അപ്പോൾ √2z1 വരും, അതായത് √2 ആണ്. അപ്പോൾ ഇത് ഇംപ്ലൈസ് z1 < z2 ആണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യുകയാണേ. അപ്പോൾ z1 ഈസ് z2 ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് zn zn + 1 ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റുക? zn എന്ന് പറയുന്നത് √2zn - 1 √2zn, which implies √zn - 1 √zn. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഇതിലിപ്പോൾ which implies zn - 1 zn, അതായത് zn - 1 zn + 1 എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്നുള്ളത് കിട്ടി, which implies monotonically increasing sequence. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്താ ഉള്ളത്? z1 = 1 ആണ്, z2 = √2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് z1 < z2 ആണ്. അതായത് z1 എന്ന് പറയുന്നത് 1 z2 എന്ന് പറയുന്നത് √2 ആണ്.
അപ്പോൾ നമുക്കിതിനെ 1 ലെസ് ദാൻ z1 ലെസ് ദാൻ z2 ലെസ് ദാൻ 2 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ നമ്മൾ എന്നിന് ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ n ഈക്വൽ ടു കെക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്നുള്ളത് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക? n ഈക്വൽ ടു കെ എന്ന് പറയുമ്പോൾ 1 ലെസ് ദാൻ zk ലെസ് ദാൻ zk പ്ലസ് 1 ലെസ് ദാൻ 2. ഇനി നമ്മൾ ത്രൂ ഔട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 2 ലെസ് ദാൻ 2zk ലെസ് ദാൻ 2zk പ്ലസ് 1 ലെസ് ദാൻ 4. ഓക്കെ, ഇനി നമ്മൾ ത്രൂ ഔട്ട് ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? റൂട്ട് 2 ലെസ് ദാൻ റൂട്ട് 2zk ലെസ് ദാൻ റൂട്ട് 2zk പ്ലസ് 1 ലെസ് ദാൻ 2. ഓക്കെ, റൂട്ട് 2 എന്ന് പറയുന്നത് ഇവിടെ അതിനെക്കാട്ടും ചെറുതാണല്ലോ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ 1 ലെസ് ദാൻ റൂട്ട് 2zk ലെസ് ദാൻ റൂട്ട് 2zk പ്ലസ് 1 ലെസ് ദാൻ 2 എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1 ലെസ് ദാൻ റൂട്ട് 2zk ലെസ് ദാൻ റൂട്ട് 2zk പ്ലസ് 1 ലെസ് ദാൻ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസുകളുടെ ഒരു ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് 2 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആർക്കും കൂടെ പോസിബിൾ ആയിരിക്കും. 1 ലെസ് ദാൻ റൂട്ട് 2zk പ്ലസ് 1 ലെസ് ദാൻ റൂട്ട് 2zk പ്ലസ് 2 ലെസ് ദാൻ 2. Therefore, generally we can say that 1 less than root 2zn less than root 2zn plus 1 less than 2 for all n element of n. Okay. അപ്പോൾ നമുക്ക് ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. അപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എന്ന് പറയുന്നത് സുപ്രീമം ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് സെറ്റ് ഈക്വൽ ടു സുപ്രീമം ഓഫ് സീക്വൻസ് Zn. ഈ Z എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ഒരു അപ്പർ ലിമിറ്റാണ് 2 എന്ന് പറയുന്നത്. 2 ആണ് ഇതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് സീക്വൻസ് Zn ഈക്വൽ ടു 2 ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് an where an equal to root of n plus 1 minus root n converges and find its limit. ഇപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ. നമുക്കത് ഇൻക്രീസിങ് സീക്വൻസ് ആണോ ഡിക്രീസിങ് സീക്വൻസ് ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. നമുക്ക് എ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എന്ന് പറഞ്ഞേക്കുന്നത് റൂട്ട് ഓഫ് n പ്ലസ് 1 മൈനസ് റൂട്ട് n. നമ്മൾ ഇനി ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. an എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീക്വൻസിനെ വിച്ച് ഈസ് ഈക്വൽ ടു ത്രൂ ഔട്ട് ഇതിനെ റൂട്ട് n പ്ലസ് 1 പ്ലസ് റൂട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യാണ്. മൈനസ് റൂട്ട് n ഇൻറ്റു റൂട്ട് n പ്ലസ് 1 പ്ലസ് റൂട്ട് n ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് n പ്ലസ് 1 പ്ലസ് റൂട്ട് n വിച്ച് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 minus n divided by root of n plus 1 plus root n which is equal to 1 divided by root n plus 1 plus root n. ഓക്കെ, അപ്പോൾ a എന്ന് പറഞ്ഞ സീക്വൻസ് നമ്മൾ ഇതുപോലെ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a n plus 1 എന്താ? a n plus 1 എന്ന് പറയുമ്പോൾ 1 divided by root n plus 2 plus root n plus 1 എന്ന് പറഞ്ഞ് വരും. a എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്, an പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് ഇതിലെ ഡിനോമിനേറ്റേഴ്സിലുള്ള എലമെൻസിനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n പ്ലസ് 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n പ്ലസ് 1 ആണ്.
അതിൻ്റെ റൂട്ടും അതുപോലെ തന്നെ റൂട്ട് ഓഫ് n പ്ലസ് ടു ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് n പ്ലസ് 1 ആണ്. ഇനി റൂട്ട് ഓഫ് n പ്ലസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റൂട്ട് n ആണ് അല്ലേ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, റൂട്ട് ഓഫ് n പ്ലസ് 2 പ്ലസ് റൂട്ട് ഓഫ് n പ്ലസ് 1 ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് n പ്ലസ് 1 പ്ലസ് റൂട്ട് n എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാലോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n പ്ലസ് 2 പ്ലസ് റൂട്ട് ഓഫ് n പ്ലസ് 1 ലെസ് ദാൻ 1 ഡിവൈഡഡ് ബൈ റൂട്ട് n പ്ലസ് 1 പ്ലസ് റൂട്ട് n എന്നുള്ളത് കിട്ടും. അതായത് ഇതെന്താ വരുന്നത്, 1 ബൈ റൂട്ട് ഓഫ് n പ്ലസ് 2 പ്ലസ് റൂട്ട് n പ്ലസ് 1 എന്ന് പറയുന്നത് an പ്ലസ് 1 ആണല്ലേ. അപ്പോൾ an പ്ലസ് 1 is less than an for all n element of n. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കിട്ടി, മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോറി, an പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ an ആണ് അല്ലേ. അതായത് n പ്ലസ് 1ത്തെ എലമെൻറ്റ് nth എലമെൻറ്റിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. സീക്വൻസ് an ഈസ് monotonically decreasing സീക്വൻസ് ആണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എന്താ, 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n പ്ലസ് 1 പ്ലസ് റൂട്ട് n ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സംതിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലാണ് വരിക. അപ്പോൾ അതെന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഫോം കണ്ടു കഴിഞ്ഞാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് an എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അതായത് 0-നെക്കാട്ടും വലുതാണ് ഈ സീക്വൻസിലെ എല്ലാ എലമെൻസും. അപ്പോൾ സീക്വൻസ് an എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബൗണ്ടഡ് ബിലോ 0 എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം അനുസരിച്ചിട്ട് ഒരു മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് ബിലോ ആണ്. Therefore we can say that sequence is convergent അല്ലേ. Therefore sequence an is convergent. കൺവേർജൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ലിമിറ്റ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് സീക്വൻസ് a എന്ന് പറയുന്നത് എന്താ വരിക, ലിമിറ്റ് സീക്വൻസ് an ഈക്വൽ ടു, നമുക്ക് ഈ സീക്വൻസ് എടുക്കാം കേട്ടോ, ലിമിറ്റ് സീക്വൻസ് റൂട്ട് n പ്ലസ് 1 മൈനസ് റൂട്ട് n വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഇതുപോലെ മാറ്റി എഴുതി അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് 1 ബൈ റൂട്ട് n പ്ലസ് 1 പ്ലസ് റൂട്ട് n. ഈ സീക്വൻസ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ പറഞ്ഞിട്ട് ഫോമിലാണ് വന്നിരിക്കുന്നത് അല്ലേ. റൂട്ട് ഓഫ് n പ്ലസ് 1, ഇപ്പോൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരാം, റൂട്ട് 2 പ്ലസ് റൂട്ട് 1 വരും. റൂട്ട് 2 എന്ന് പറയുന്നത് 1 പോയിന്റ് സംതിങ് ആയിട്ടാണ് വരിക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1-നെക്കാട്ടും വലിയൊരു നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 1-നെക്കാട്ടും ചെറുതായിരിക്കും. അപ്പോൾ ചെറുതായി ആണ് വരുന്നത്. 0 ആണ് അതിൻ്റെ ലോവർ ബൗണ്ട് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്, അതുകൊണ്ട് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Prove that the sequence xn where xn equal to 1 plus 1 by factorial plus 1 by 2 factorial plus etc plus 1 by n factorial is convergent and that 2 less than or equal to limit sequence xn less than or equal to 3. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഇതാണ്. നമുക്ക് xn പ്ലസ് 1 മൈനസ് xn ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ വരിക, 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ മൈനസ് n പ്ലസ് 1 അല്ലേ,
അപ്പോൾ n+1 ഫാക്ടോറിയൽ മൈനസ് 1+1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ വരും അല്ലേ. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടെ 1/n ഫാക്ടോറിയൽ വരെയുള്ളത് ക്യാൻസലായി പോവും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് 1/n+1 ഫാക്ടോറിയലാണ്. 1+n+1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ xn+1 ഇസ് ഗ്രേറ്റർ ദാൻ xn എന്നുള്ളത് കിട്ടും. അതായത് സീക്വൻസ് xn എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സീക്വൻസ് കൺസിഡർ ചെയ്യാം. xn = 1+1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ. ഇതിന് നമുക്ക് 1/1 എന്ന് തന്നെ എഴുതാം. പ്ലസ് 1/2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1/2 തന്നെയാണ്. ഓക്കെ, ഇനി നോക്കുക 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 × 2 × 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6 ആണ് അല്ലേ. യെസ്, ഇത് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ 3 ഫാക്ടേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇത് ലെസ് ദാൻ 4 അല്ലേ. 4നെ നമുക്ക് 2^2 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് 1/3 ഫാക്ടോറിയൽ 6 ഗ്രേറ്റർ ദാൻ 4² ആണ്. അപ്പോൾ 1/3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2² വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ലെസ് ദാൻ 1/2² എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 1/4 ഫാക്ടോറിയൽ വന്നാലും ഇവിടെ, അപ്പോൾ നമുക്കിവിടെ 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 × 3 × 2 × 1 എന്ന് കൊടുക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 24 ആണ്. 24 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2³ അല്ലേ. 2³ എന്ന് പറയുന്നത് എത്രയാ? 8 ആണ്. അപ്പോൾ അതിനെക്കാട്ടും വലുതാണ് 1/24 എന്ന് പറയുന്നത്. 24 എന്ന് പറയുന്നത്. അപ്പോൾ 1/4 ഫാക്ടോറിയൽ വിൽ ബി ലെസ് ദാൻ 1/2³ എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കുക 1/3 ഫാക്ടോറിയൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 1/2² ആണ്. 1/4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1/2³ ആണ്. പ്ലസ് എക്സിട്ര പ്ലസ്, അപ്പോൾ 1/n ഫാക്ടോറിയൽ എന്ന് പറയണതോ 1/2n−1 ചെറുതാണ്. ഓക്കെ, ഇനി ഇത്രയും ടേംസ് മാത്രം കൺസിഡർ ചെയ്യാം കേട്ടോ. പി സംഭവം ഈക്വൽ ടു 1 പ്ലസ് ഇത്രയും ടേംസ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജോമെട്രിക് സീക്വൻസ് ആണല്ലോ. റേഷ്യോ എന്ന് പറയുന്നത് 1/2 ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് എന്താ വരിക? 1 - 1/2 ഹോൾ റേസ് ടു n ബൈ 1 - 1/2 വരും. അതായത് റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ 1 - r റേസ് ടു n ബൈ 1 - r എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 - 1/2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 - 1/2 എന്ന് പറയുന്നത് 1/2 തന്നെ വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 2 വരും. അപ്പോൾ 2 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1 പ്ലസ് 2 പിന്നെ ഇവിടെ മൈനസ് 1/2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1/2 ഉണ്ട്. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/2 ഹോൾ റേസ് ടു n - 1 വരും അല്ലേ. അപ്പോൾ ഇവിടെ 2 - 1/2 റേസ് ടു 1/2 റേസ് ടു n - 1. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് xn എന്ന് പറയുന്നത് ഇപ്പോൾ ലെസ് ദാൻ ഇവിടെ എഴുതാം.
xn ഈസ് ലെസ് ദാൻ 1 പ്ലസ് 2 മൈനസ് 1 ബൈ 2 റേസ് ടു n മൈനസ് 1 എന്നാണ് ഉള്ളത്. ഓക്കെ, 1 ബൈ 2 റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-നെക്കാട്ടും ചെറുതാണ്. അപ്പോൾ 2 മൈനസ് നമ്പർ ചെയ്ത് കഴിഞ്ഞാലും 2-നെക്കാട്ടും ചെറുതാണ്. ആ നമ്പർ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ 3. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടും. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കിട്ടി, ബൗണ്ടഡ് എബവ് ആണ് എന്നുള്ളത് കിട്ടി. therefore സീക്വൻസ് xn is bounded above. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇനി നമ്മൾ ജസ്റ്റ് x1 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, x1 എന്ന് പറയുന്നത് 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലോവർ ബൗണ്ടായിട്ട് നമുക്ക് 2-നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് എഴുതാൻ പറ്റുക, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുത്തെ അപ്പർ ബൗണ്ട് 3 ആണ്. അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കിട്ടും. അതാണ് നമ്മളുടെ പ്രൂഫ്. അപ്പോൾ xn ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ആ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അതിൻ്റെ ലിമിറ്റിൻ്റെ ബൗണ്ട് എന്ന് പറയുന്നത് 2-നും 3-ൻ്റെയും ഇടയിലാണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ലെറ്റ് x1 ഈക്വൽ ടു 1 xn പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് xn for n belongs to n, show that sequence xn convergence and find the limit. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. നമുക്ക് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളതൊന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു 1 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ x2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് x1 ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് 3 വരും അല്ലേ. അതായത് x1 ലെസ് ദാൻ x2 ആണ്. n ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ സംഭവം ശരിയാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് അസ്യൂം ചെയ്യാണ് xn മൈനസ് 1 ലെസ് ദാൻ xn ആണെന്നുള്ളത് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരണേന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ത്രൂ ഔട്ട് ഇതിനെ 2 കൊണ്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, 2 പ്ലസ് xn മൈനസ് 1 ലെസ് ദാൻ 2 പ്ലസ് xn. ഓക്കെ, ഇനി നമ്മൾ ത്രൂ ഔട്ട് റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ 2 പ്ലസ് xn മൈനസ് 1 ലെസ് ദാൻ റൂട്ട് ഓഫ് 2 പ്ലസ് xn എന്നുള്ളത് വരും. ഇതെന്ന് പറയണത് എന്താ, റൂട്ട് 2 പ്ലസ് xn മൈനസ് 1 എന്ന് പറയണത് xn ആണ്. ലെസ് ദാൻ xn പ്ലസ് 1 എന്നുള്ളത് കിട്ടി. അപ്പോൾ xn ലെസ് ദാൻ xn പ്ലസ് 1 ആണ്. therefore നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, സീക്വൻസ് xn ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ്. സീക്വൻസ് xn എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് അപ്പർ ബൗണ്ട് ഉണ്ടോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാണ്. x1 ഈക്വൽ ടു 1 ആണല്ലോ. x1 ഈക്വൽ ടു 1 ആണ്. ഇനി നമ്മൾ ഈ സീക്വൻസും കൂടി ഒന്ന് നോക്കണം കേട്ടോ. റൂട്ട് ഓഫ് 2 പ്ലസ് xn ആണ് വന്നിരിക്കുന്നത്. x1 എന്ന് പറയുന്നത് 1 ആണ്. ഇത് എന്തായാലും ലെസ് ദാൻ 3 ആണല്ലോ. ലെസ് ദാൻ 3 ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് സീക്വൻസിൽ ഏത് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും 3-നെക്കാട്ടും ചെറുതാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് ഇതാണ്, xn ലെസ് ദാൻ 3. ഇനി ത്രൂ ഔട്ട് നമ്മൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 2 പ്ലസ് xn ലെസ് ദാൻ 5 വരും. ഇനി രണ്ട് സ്ഥലത്തും റൂട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, റൂട്ട് ഓഫ് 2 പ്ലസ് xn ലെസ് ദാൻ റൂട്ട് 5. ഇത് എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് 2 പ്ലസ് xn ഈസ് ലെസ് ദാൻ 3 ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2 പ്ലസ് xn എന്ന് പറയുന്നത് എന്താണ്, xn പ്ലസ് 1 അല്ലേ. അപ്പോൾ xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ 3. അപ്പോൾ therefore by mathematical induction നമുക്ക് എന്ത് പറയാം, for all n belongs to n xn is less than 3.
സീക്വൻസിലെ ഏത് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അത് ലെസ് ദാൻ 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ സീക്വൻസ് എക്സന് ഒരു അപ്പർ ബൗണ്ട് കിട്ടി അല്ലേ, 3 എന്ന് പറയുന്നത്. സോ ദെർഫോർ സീക്വൻസ് എക്സൻ ഈസ് ബൗണ്ടഡ് എബവ് എന്ന് പറയാം. ബൗണ്ടഡ് എബവ് ആണ് എന്നുള്ളത് പറയാം. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ, ഈ സീക്വൻസ് അപ്പോൾ ബൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്, അതുപോലെ തന്നെ എക്സൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് എബവ് ആണ്. Therefore, we can say that sequence xn is convergent. Sequence xn എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. കൺവേർജൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സീക്വൻസ് എക്സൻ്റെ ലിമിറ്റ് നമുക്ക് L കൊണ്ട് കൊടുക്കാം കേട്ടോ. ലിമിറ്റ് സീക്വൻസ് എക്സൻ ഈക്വൽ ടു L ആണെന്ന് വയ്ക്കും. നമുക്കുള്ളത് എന്താ, xn + 1. xn + 1 എന്ന് പറയുന്നത് √2 + xn ആണ്. അപ്പോൾ ലിമിറ്റ് xn + 1 ഈക്വൽ ടു ലിമിറ്റ് √2 + xn ആണ്. ലിമിറ്റ് സീക്വൻസ് xn + n എന്ന് പറയുന്നത് L. ഇവിടെ നമുക്ക് √2 + ലിമിറ്റ് സീക്വൻസ് xn എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ഇനി നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ L² = 2 + L വരും. അതായത് L² - L - 2 = 0 വരും. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം. L = 1 ± √1 - 1 - 4 × 1 × 2. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ 1 + 8 / 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 ± 3 / 2. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 4/2 എന്ന് പറയുന്നത് 2 വരും. അതുപോലെ -2/2 എന്ന് പറയുന്നത് -1 വരും. അപ്പോൾ L എന്ന് പറയുന്നത് 2ഉം -1ഉം കിട്ടി. ഇതൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്, പോസിറ്റീവ് ടേംസ് ആണ്. അതുകൊണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് -1 വരില്ല, ചാൻസ് ഇല്ല. ഓക്കെ, കാരണം സീക്വൻസുകളൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഉള്ളത്. Therefore L = 2 കൊടുക്കാം. L എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് സീക്വൻസ് xn. xn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 2 എന്ന് കൊടുക്കാം. സോ xn + 1 = √2 + x എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് നമുക്ക് 2 കിട്ടി. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡ് എബവ് ആണ്, കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ലിമിറ്റ് അതിൻ്റെ 2 ആണ്. നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം നോക്കാം. If sequence an and sequence bn are two sequences of positive terms such that an + 1 = 1/2 an + bn and bn + 1 = √an bn, then prove that sequence an and bn converges to the same limit. നമുക്ക് an bn എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സീക്വൻസസ് ഉണ്ട്. an + 1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ്, ആ രണ്ട് സീക്വൻസിലെ ടേംസ് നമ്മൾ ആഡ് ചെയ്യുക, ÷ 2 ചെയ്യുമ്പോൾ വേറൊരു സീക്വൻസ് കിട്ടും. അതുപോലെ തന്നെ എൻ്റെയും ബിൻ്റെയും സീക്വൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് കാണുന്ന ആ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേറൊരു സീക്വൻസ് കിട്ടും. ആ രണ്ട് സീക്വൻസിൻ്റെയും എനും ബി എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് അങ്ങനെയാണെങ്കിൽ സെയിം ലിമിറ്റിലോട്ടാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. ഈ an + 1 എന്ന് പറയുന്നത് എന്താ, ഇവിടെ an + 1 എന്ന് പറയുന്നത് an + bn / 2 ആണ് അല്ലേ. അതായത് രണ്ട് സീക്വൻസുകളുടെ എനും bn എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടേംസ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെറ്റിക് മീനാണ് നമുക്കിത് തന്നേക്കുന്നത്. അതുപോലെ തന്നെ bn + 1 എന്ന് പറയുന്നത് എന്താ, bn + 1 എന്ന് പറയുന്നത് √an bn, അതായത് ജോമെട്രിക് മീൻ ഓഫ് an ആൻഡ് bn. അതാണ് നമുക്ക് bn + 1 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അർത്ഥമെറ്റിക് മീനും ജോമെട്രിക് മീനും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അർത്ഥമെറ്റിക് മീനായിരിക്കും എപ്പോഴും ജോമെട്രിക് മീനിനെക്കാട്ടും വലുത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore an + 1 is greater than bn + 1 for all n belongs to n. nth tail എന്ന് പറഞ്ഞ് n + 1th tail എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth tail എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്, വിച്ച് ഇംപ്ലൈസ് an
ഈസ് ഗ്രേറ്റർ ദാൻ ബി എൻ ഫോർ ആൾ എൻ ബിലോങ്സ് ടു എൻ. ഓക്കെ, ഇനി അർത്ഥമെറ്റിക് മീൻ ആയാലും ജോമെട്രിക് മീൻ ആയാലും ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. an+1 എന്ന് പറയുന്നത് ANൻ്റെയും BNൻ്റെയും അർത്ഥമെറ്റിക് മീൻ അല്ലേ. അപ്പോൾ നമുക്ക് BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് പറയാം. അതുപോലെ തന്നെ ജോമെട്രിക് മീനും ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലായിരിക്കും ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാം, ഇപ്പോൾ AN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AN+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BN അല്ലേ. AN അതിന് മുമ്പ് AN ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN+1 ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടും ചെറുതാണ് BN+1, അതിനെക്കാട്ടും ചെറുതാണ് BN. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, AN+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BN+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്യാം. AN ഇസ് ഗ്രേറ്റർ ദാൻ AN+1. അതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? AN+നെക്കാട്ടും വലുതാണ്. അതായത് ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് അല്ലേ. അപ്പോൾ നമ്മൾ സീക്വൻസ് AN എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇനി ഈ നെക്സ്റ്റ് ഇൻഇക്വാളിറ്റി കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഇൻഇക്വാളിറ്റി കൺസിഡർ ചെയ്യുന്നത് BN+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BN. അതായത് സീക്വൻസ് BN എന്ന് പറയുന്നത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ AN എന്ന് പറയുന്നത് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ BN എന്ന് പറയുന്നത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഈ AN എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ് AN എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഈ സീക്വൻസിന് ഒരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ് AN എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ സീക്വൻസിൻ്റെ ഒരു ലോവർ ബൗണ്ടാണ് B1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഹാസ് ലോവർ ബൗണ്ട്. അതുപോലെ തന്നെ BN എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ A1 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, AN എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ്ങും ആണ്, അതുപോലെ തന്നെ ലോവർ ബൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് സീക്വൻസ് AN എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്, അപ്പർ ബൗണ്ട് ഉണ്ട്. Therefore by monotone convergence theorem we can have that BN എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസും എന്താണ്, കൺവേർജൻ്റ് ആണ്. ഓക്കെ, കൺവേർജൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ലിമിറ്റ് സീക്വൻസ് AN-ന് L കൊടുക്കാം. അതുപോലെ തന്നെ ലിമിറ്റ് സീക്വൻസ് BN നമുക്ക് M കൊടുക്കാം. നമുക്ക് ആ രണ്ട് സീക്വൻസിൻ്റെ ലിമിറ്റ് സെയിം ആണ്, അതായത് L-ഉം M-ഉം സെയിം ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും പ്രൊസീഡ് ചെയ്യാം. നമുക്ക് AN+1 എന്ന് പറയുന്നത് എന്താണെന്നറിയാം, AN+1 ഈക്വൽ ടു ഹാഫ് ഓഫ് AN പ്ലസ് BN അല്ലേ. ഇനിയുടെ ലിമിറ്റോ, ലിമിറ്റ് AN+1 ഈക്വൽ ടു ഹാഫ് ഓഫ് ലിമിറ്റ് AN പ്ലസ് ലിമിറ്റ് BN. ലിമിറ്റ് AN+1 എന്ന് പറയുന്നത് L ഈക്വൽ ടു ഹാഫ് ഓഫ് L പ്ലസ് M വരും. ഓക്കെ, അതായത് L ഈക്വൽ ടു ഹാഫ് ഓഫ് L പ്ലസ് ഹാഫ് ഓഫ് M വരും. ഇതിനെപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഹാഫ് ഓഫ് L ഈക്വൽ ടു ഹാഫ് ഓഫ് M വരും. അതായത് L ഈക്വൽ ടു M എന്നുള്ളത് കിട്ടി. അതായത് L-ഉം M-ഉം ആരാണ്, സീക്വൻസ് AN-ൻ്റെയും സീക്വൻസ് BN-ൻ്റെയും ലിമിറ്റുകളാണ്. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് സീക്വൻസ് AN ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് B. അതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ AN BN എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സീക്വൻസസ്, പോസിറ്റീവ് ടേംസ് ഉള്ള സീക്വൻസസ്
എ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും അർത്ഥമെറ്റിക് മീനും, ബി എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എ എൻ ബി എന്നിൻ്റെയും ജിയോമെട്രിക് മീനും ആണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നും ബി എന്നും സെയിം ലിമിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇൻഇക്വാളിറ്റീസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസസ് ആണ്, ലോവർ ബൗണ്ട് ആണ്, അതുകൊണ്ട് എ എൻ കൺവേർജൻ്റ് ആണ്. അതുപോലെ തന്നെ ബി എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്, അപ്പർ ബൗണ്ട് ഉണ്ട്, സോ ബി എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. എ എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് എല്ലും, ബി എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് എം ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മളുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളുടെ തന്നിരിക്കുന്ന അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? എ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെയും ബി എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെയും ലിമിറ്റ് സെയിം ആണ് എന്നുള്ളത് കിട്ടി.